ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബുവിൻ പനക്കൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റി 2ാം വർഷ BA ഹിന്ദി ഗ്രാമർ ക്ലാസ് ആണ് നമ്മൾ നോക്കുന്നത്. 2ാം വർഷ BA ഹിന്ദി വ്യാകരൺ വളരെ വ്യക്തമായിട്ട് മലയാളത്തിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ വ്യാകരണം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ശബ്ദ എന്ന് പറഞ്ഞാണ്. ശബ്ദ അഥവാ വേഡ്. ശബ്ദ കിസേ കാത്തെ ഹേ, കിത്തനെ പ്രകാർ കെ ഹോത്തെ ഹേ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണത്. शब्द किसे कहते हैं? एक से अधिक वर्णों के मेल से बने सार्थक वर्ण समूह को शब्द कहलाते हैं. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ കൂടിച്ചേർന്ന് അർത്ഥമുള്ള ഒരു സമൂഹം ഉണ്ടാകുന്നതിനെയാണ് ശബ്ദ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മോഹൻ, ബാസാർ, നീരജ, രാജൻ എറ്റ്സെട്ര. അടുത്തത് शब्द उत्पत्ति के आधार पर कितने प्रकार के होते हैं? स्रोत या उत्पत्ति के आधार पर शब्द 4 प्रकार के होते हैं. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണത്. स्रोत या उत्पत्ति के आधार पर शब्द कितने प्रकार के होते हैं? 4 प्रकार के होते हैं. 4 തരത്തിലുണ്ട്. 1 തത്സമ, 2 തൽഭവ, 3 ദേശജ്, 4 വിദേശ്. അപ്പോൾ എന്താണ് തത്സമ ശബ്ദം എന്ന് പറഞ്ഞാൽ? तत्सम शब्द जो संस्कृत से लिए गए हैं और बिना किसी परिवर्तन के अपने मूल रूप में ही हिंदी में प्रयोग किए जाते हैं. സംസ്കൃത പദത്തിൽ നിന്ന് അതേപടി എടുത്ത് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന കുറെ വാക്കുകളുണ്ട്. ആ വാക്കുകളാണ് തത്സമ ശബ്ദ. तत्सम शब्द किसे कहते हैं? तत्सम शब्द संस्कृत से लिए गए शब्द है. वे बिना किसी परिवर्तन से हिंदी में उपयोग या प्रयोग करते हैं. उदाहरण अग्नि, मातृ, पितृ, सूर्य, सत्य आदि. सेकंड वन तलभव शब्द. ये है वे संस्कृत से लिए गए हैं और कुछ परिवर्तन करके हिंदी में प्रयोग करते हैं. उसे हम तलभव शब्द कहते हैं. സംസ്കൃതത്തിൽ നിന്ന് എടുക്കുകയും കുറച്ച് പരിവർത്തനം വരുത്തി ഹിന്ദിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന വാക്കുകളെയാണ് തൽഭവ ശബ്ദ എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ നിന്ന് എടുത്ത് അതേപടി ഉപയോഗിക്കുന്ന വാക്കുകളെ തത്സമ ശബ്ദെന്നും സംസ്കൃതത്തിൽ നിന്നെടുത്ത് അല്പം പരിവർത്തനം വരുത്തി ഉപയോഗിക്കുന്നതിനെ തൽഭവ ശബ്ദെന്നും പറയും. ഉദാഹരണത്തിന് മാതൃ എന്നുള്ളതിന് പകരം മാതാ, പിതൃ എന്നുള്ളതിന് പിതാ, സൂര്യ എന്നുള്ളതിന് സൂരജ് ആദി. മൂന്നാമത്തേത് ദേശജ് ശബ്ദ. देशज शब्द ये है, ये शब्द साधारण बोलचाल की भाषा में प्रचलित है और संस्कृत या किसी अन्य भाषा से नहीं बल्कि भारत में प्रचलित अन्य बोलियों में लिए गए हैं. ये शब्द है ദേശജ് ശബ്ദ. രാജ്യത്ത് തന്നെയുള്ള എല്ലാവരും സംസാരിക്കുന്ന ചില വാക്കുകൾ അതേപടി ഹിന്ദിയിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്കുകളെയാണ് ദേശജ് ശബ്ദ എന്ന് പറയുന്നത്. ഉദാഹरण के लिए जूता, लटका, डिबिया, खिड़की आदि. लास्ट वन विदेशज. ये शब्द विदेशी भाषा से लिए गए हैं. വിദേശ ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ശബ്ദങ്ങൾ, ഈ വാക്കുകൾ. അതായത് അംഗ്രേസി ഇംഗ്ലീഷിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അറബിയിൽ നിന്നുണ്ട്,
ഫാഴ്സിയിൽ നിന്നുണ്ട്, തുർക്കി, ഫ്രാൻസീസി മുതലായ ഭാഷകളിൽ നിന്ന് എടുത്തിട്ടുള്ള വാക്കുകളെയാണ് വിദേശജ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മെഷീൻ ഇംഗ്ലീഷിൽ നിന്ന് എടുത്തിട്ടുള്ള വാക്കാണ്. അതുപോലെ സ്കൂൾ, പേട്ട്, ചസ്മ മുതലായ വാക്കുകൾ അന്യഭാഷ, അന്യ രാജ്യത്തുള്ള ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അവയെ വിദേശജ് എന്ന് പറയുന്നത്. അപ്പോൾ उत्पत्ति के अनुसार शब्द कितने प्रकार के होते हैं? 4 प्रकार के होते हैं: तत्सम, तद्भव, देशज, विदेशज. ओके. रचना के आधार पर शब्द कितने प्रकार के होते हैं? രചനയുടെ അടിസ്ഥാനത്തിൽ വേഡ് എത്രയായിട്ട് അഥവാ ശബ്ദ എത്ര തരത്തിലുണ്ട്? 3 प्रकार के होते हैं. 3 തരത്തിലാണുള്ളത്. रूढ़ शब्द, यौगिक शब्द, योग रूढ़ शब्द. എന്താണ് रूढ़ शब्द? ये शब्द जिनके खंड करने पर कोई अर्थ न निकलता हो. ഈ ശബ്ദ ഡിവൈഡ് ചെയ്താൽ യാതൊരു അർത്ഥവും ലഭിക്കുകയില്ല. അങ്ങനെയുള്ള ശബ്ദാണ് रूढ़ शब्द. ഉദാഹരണം के लिए കൽ, നാളെ, ഇന്നലെ എന്ന അർത്ഥം വരുന്ന കൽ. കൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ കാ വേറെ, ലാ വേറെ. കായ്ക്കും പ്രത്യേകിച്ച് അർത്ഥമില്ല, ലായ്ക്കും പ്രത്യേകിച്ച് അർത്ഥമില്ല. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത ഒരു പദത്തിനെയാണ് റൂട്ട് ശബ്ദം എന്ന് പറയുന്നത്. രണ്ടാമത്തത് यौगिक शब्द. यौगिक शब्द जो 2 या 2 से अधिक शब्दों या शब्दांशों से बने हो और जिनका अलग अलग अर्थ भी होते हैं, उसे यौगिक शब्द कहते हैं. 2 പദങ്ങൾ, 2 ശബ്ദങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു ശബ്ദമാണ് യൗഗിക ശബ്ദം എന്ന് പറയുന്നത്. അവ രണ്ടായിട്ട് ഖണ്ഡിച്ചാലും അവയ്ക്ക് പ്രത്യേകം പ്രത്യേകം അർത്ഥമുണ്ടായിരിക്കും. അതാണ് यौगिक शब्द. उदाहरण के लिए देशभक्ति, देश और भक्ति, देश प्लस भक्ति. विद्या आलय, विद्या प्लस आलय, विद्यालय, विद्या का आलय. മൂന്നാമത്തേത് योग रूढ़ शब्द. योग रूढ़ शब्द ये है जिनमें रूढ़ तथा यौगिक दोनों शब्दों की വിശേഷതായം होती है. रूढ़ ശബ്ദത്തിന്റെ സവിശേഷതയും ഉണ്ടാകും, യൗഗിക ശബ്ദത്തിന്റെ സവിശേഷതയും ഉണ്ടാകും. അങ്ങനെയുള്ള വാക്കുകളാണ് യൗഗിക रूढ़ ശബ്ദ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പങ്ക് പ്ലസ് ജ, പങ്ക് പ്ലസ് ജ, പങ്കജ്. പങ്കജ് എന്ന് പറഞ്ഞാൽ താമര, പങ്കജ്. പീത് പ്ലസ് അംബർ, പീതാംബർ. नील प्लस कंठ, नीलकंठ. देन प्रयोग के आधार पर शब्द कितने प्रकार के होते हैं? प्रयोग के आधार पर 2 प्रकार के होते हैं. പ്രയോഗിക്കുന്നതനുസരിച്ച് ശബ്ദ 2 തരത്തിലുണ്ട്. ഒന്ന് വികാരി ശബ്ദ, 2 अविकारी शब्द. विकारी शब्द किसे कहते हैं? लिंग, वजन, काल, कारक इत्यादि से परिवर्तन होने वाले शब्द है विकारी शब्द. लिंग, वजन, काल, कारक മുതലായവയിൽ വ്യത്യാസം വരുന്ന വാക്കുകളാണ് വികാരി ശബ്ദ. ഉദാഹरण के लिए लटका पढ़ रहा है, लटका पढ़ रहा है, लटकी पढ़ रही है, लटके पढ़ रहे हैं. അങ്ങനെ ലിംഗ, വചന, കാല്, കാരക ഇത്യാദി സേ പരിവർത്തൻ ഹോനെ വാലെ ശബ്ദ ഹെ വികാരി ശബ്ദ. രണ്ടാമത്തേത് അവികാരി ശബ്ദ. അവികാരി ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ലിംഗ, വചന, കാല്, കാരക ഇത്യാദി സേ പരിവർത്തൻ നഹി ഹോനെ വാലെ ശബ്ദ. പരിവർത്തനം സംഭവിക്കാത്ത വാക്കുകളെയാണ് അവികാരി ശബ്ദം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ധീരെ ധീരെ, ഔർ, ജൽദി ജൽദി ഇതെല്ലാം അവികാരി ശബ്ദിന് ഉദാഹരണങ്ങളാണ്. വികാരി ശബ്ദക്ക് 4 ഭേദ ഹോത്തെ ഹെ. വികാരി ശബ്ദിന് 4 പിരിവുകളുണ്ട്. സജ്ഞ, സർവനാം, വിശേഷണ ഔർ ക്രിയ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്.
സജ്ഞ കിസെ കാത്തെ ഹെ എന്ന് ചോദിക്കാം, സർവനാം കിസെ കാത്തെ ഹെ എന്ന് ചോദിക്കാം, വിശേഷണ കിസെ കാത്തെ ഹെ എന്ന് ചോദിക്കാം, ക്രിയ കിസെ കാത്തെ ഹെ എന്ന് ചോദിക്കാം. അപ്പോ 1 സജ്ഞ, 2 സർവനാം, 3 വിശേഷണ, 4 ക്രിയ. നമുക്ക് ആദ്യത്തെ സജ്ഞ എന്താണെന്ന് നോക്കാം. സജ്ഞ കിസെ കാത്തെ ഹെ, ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട്, നൗൺ, നാമം. सज्ञा किसे कहते हैं? किसी व्यक्ति, वस्तु, स्थान आदि का बोध कराने वाले शब्द को सज्ञा कहते हैं. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ പേരിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് സജ്ഞ എന്ന് പറയുന്നത്. ഉദാഹരണം के लिए राम, चांदी, अयोध्या, प्रेम, पुस्तक, दिल्ली ഇങ്ങനെയൊക്കെ പറയുന്നത് സജ്ഞയ്ക്ക് ഉദാഹരണങ്ങളാണ്. സജ്ഞ कितने प्रकार के होते हैं? सज्ञा 5 प्रकार के होते हैं. व्यक्तिवाचक सज्ञा, जातिवाचक सज्ञा, भाववाचक सज्ञा, 4th one समूहवाचक सज्ञा, 5th one ദ്രവ്യവാചക സജ്ഞ. ഇങ്ങനെ സജ്ഞ 5 തരത്തിലുണ്ട്. വ്യക്തിവാചക സജ്ഞ, ജാതിവാചക സജ്ഞ, ഭാവവാചക സജ്ഞ, സമൂഹവാചക സജ്ഞ, ദ്രവ്യവാചക സജ്ഞ. ഇങ്ങനെ 5 തരത്തിലുണ്ട്. നമുക്ക് വ്യക്തിവാചക സജ്ഞ എന്താന്ന് നോക്കാം. जिन सज्ञा शब्दों से किसी व्यक्ति, स्थान, वस्तु आदि का बोध कराते हैं उसे വ്യക്തിവാചക സജ്ഞ कहते हैं. ഒരു വ്യക്തിയുടെ പേരോ ഒരു സ്ഥലത്തിന്റെ പേരോ ഒരു വസ്തുവിന്റെ പേരിനെയോ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് വ്യക്തിവാചക സജ്ഞ. ഉദാഹരണം के लिए ശ്യാം, അമേരിക്ക, ജനുവരി, ഹിമാലയ മുതലായവ. जातिवाचक सज्ञा किसे कहते हैं? जिन सज्ञा शब्दों से किसी वस्तु, व्यक्ति अथवा स्थान की जाति का बोध होता है उसे जातिवाचक सज्ञा कहते हैं. जातिवाचक सज्ञ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വസ്തുവിന്റെയോ വ്യക്തിയുടെയോ ഒക്കെ ജാതിയെ സൂചിപ്പിക്കുന്നതാണ് ജാതിവാചക സജ്ഞ. ഉദാഹരണം ലഡ്ക, ആൺകുട്ടി എന്ന് പറയുന്ന ജാതിയെ സൂചിപ്പിക്കുന്നതാണ് ലഡ്ക. ആത്മി, മനുഷ്യൻ എന്ന് പറയുന്ന ജാതിയെ സൂചിപ്പിക്കുന്നതാണ് ആത്മി. ഹാത്തി, ആന, എല്ലാ ആനകളും അതിൽപ്പെടും. വിദ്യാലയ, പുസ്തകം, വിദ്യാർത്ഥി, ഇതെല്ലാം ജാതിവാചക സജ്ഞയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഭാവവാചക സജ്ഞ किसे कहते हैं? किसी व्यक्ति, वस्तु अथवा स्थान के गुण, धर्म, दशा, അവസ്ഥ. ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് ഭാവവാചക സജ്ഞ. ഉദാഹരണം സ്നേഹ ഒരു ഭാവമാണ്, ബല ഒരു ഭാവമാണ്, ജവാനി യുവത്വം ഒരു ഭാവമാണ്, മിഠാസ് മാധുര്യം ഒരു ഭാവമാണ്, ഹരിയാലി പച്ചപ്പ് ഒരു ശീതളത, മിത്രത, ക്രാന്തികാരി, ബച്പൻ ഇതെല്ലാം ഭാവവാചക സജ്ഞയ്ക്ക് ഉദാഹരണമാണ്. देन समूहवाचक संज्ञा किसी समुदाय या समूह का बोध होता है उन्हें സമൂഹവാചക സംജ്ഞ कहते हैं. ഒരു സമുദായത്തിനെയോ ഒരു സമൂഹത്തിനെയോ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്, ഒരു ശബ്ദമാണ് സമൂഹവാചക സംജ്ഞ. ഉദാഹരണം സേന സൈന്യം എന്ന് പറയുന്നത്, മേള ഉത്സവം എന്ന് പറയുന്നത്, സഭ, അതുപോലെ ദൽ, കക്ഷ, സമിതി, കർമ്മചാരി, ടീം എന്നൊക്കെ പറയുന്നത് സമൂഹവാചക സംജ്ഞയ്ക്ക് ഉദാഹരണമാണ്. लास्ट वन द्रव्यवाचक संज्ञा किसी धातु, द्रव्य या तरल पदार्थ का बोध होता है. ഏതെങ്കിലും ധാതുക്കളുടെയോ ഏതെങ്കിലും പദാർത്ഥങ്ങളുടെയോ ഒക്കെ വാക്കിനെയാണ് നമ്മൾ ദ്രവ്യവാചക സംജ്ഞ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സോന സ്വർണം, ചാന്തി വെള്ളി, ഘീ നെയ്യ്, തേൽ എണ്ണ, പാനി വെള്ളം, ദാൽ പരിപ്പ്, ചാവൽ അരി ഇതെല്ലാം
ദ്രവ്യവാചക സജ്ഞയ്ക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ നമ്മൾ പഠിച്ചു സജ്ഞ കിസേ കാത്തെ ഹെ, കിത്തനെ പ്രകാർ കെ ഹോത്തെ ഹെ. സജ്ഞ 5 प्रकार के होते हैं. व्यक्तिवाचक संज्ञा, जातिवाचक संज्ञा, भाववाचक संज्ञा, സമൂഹവാചക സംജ്ഞ, ദ്രവ്യവാചക സംജ്ഞ. അതെല്ലാം നമ്മൾ പഠിച്ചു. Then അതിൽ രണ്ടാമത്തേത് സർവനാം. सर्वनाम किसे कहते हैं? संज्ञा के बदले प्रयुक्त होने वाले शब्द को सर्वनाम कहते हैं. അത് यह, वह, ये, वे, मैं, हम, तू, तुम, आप, कौन, कोई, जो, क्या, ഇതൊക്കെയാണ് സർവനാമങ്ങൾ. സർവനാമങ്ങൾ 6 തരത്തിലുണ്ട്. സർവനാം कितने प्रकार के होते हैं? 6 प्रकार के होते हैं. पुरुषवाचक सर्वनाम, निजवाचक सर्वनाम, निश्चयवाचक सर्वनाम, अनिश्चयवाचक सर्वनाम, സംബന്ധവാചക സർവനാം, പ്രശ്നവാചക സർവനാം. ഇങ്ങനെ സർവനാം 6 തരത്തിലുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് പേര് മാത്രം പഠിച്ചാൽ മതി. അടുത്തത് വിശേഷണാണ്. संज्ञा या सर्वनाम की विशेषता प्रकट करने वाले शब्द है विशेषण. സംജ്ഞയുടെയോ സർവനാമത്തിന്റെയോ സവിശേഷത പ്രകടിപ്പിക്കുന്ന വാക്കാണ് വിശേഷണം. ജൈസെ സുന്ദർ ലഡ്ക, മിടുക്കനായ ആൺകുട്ടി. കാല കുത്ത, കറുത്ത പട്ടി. മോട്ട പില്ല, തടിച്ച പട്ടിക്കുട്ടി. ഇങ്ങനെയൊക്കെ പറയുന്നതാണ് വിശേഷണ പദങ്ങൾ. വിശേഷണ कितने प्रकार के होते हैं എന്ന് ചോദിച്ചാലോ, विशेषण 4 प्रकार के होते हैं. गुणवाचक विशेषण, संख्यावाचक विशेषण, പരിമാണവാചക വിശേഷണ, സാർവനാമിക വിശേഷണ. എന്താണ് ഗുണവാചക വിശേഷണം? या सर्वनाम के गुण, दोष, रंग, आकार, स्थान, दशा, काल आदि का बोध कराते हैं. ഏതെങ്കിലും ഒരു സംജ്ഞയുടെയോ സർവനാമത്തിന്റെയോ ഗുണങ്ങളോ ദോഷങ്ങളോ നിറങ്ങളോ ആകൃതിയോ പറ്റി പറയുന്നതാണ് ഗുണവാചക വിശേഷണം. അതുപോലെ ഏതെങ്കിലും ഒരു സംജ്ഞയുടെയോ സർവനാമത്തിന്റെയോ എണ്ണം അറിയുന്ന വിശേഷണത്തിനെയാണ് നമ്മൾ സംഖ്യാവാചക വിശേഷണം എന്ന് പറയുന്നത്. ദസ് കുത്തേ എന്ന് പറയുന്നത്, ദസ് കുത്തേ, 5 ലഡ്കിയാം, അങ്ങനെയൊക്കെ പറയുന്നതാണ് സംഖ്യാവാചക വിശേഷണം. അടുത്തത് പരിമാണവാചക വിശേഷണ. विशेषण के परिमाण अथवा मात्र का बोध होता है. അളവ്, അളവിനെ മാത്രം സൂചിപ്പിക്കുന്നതിനെയാണ് പരിമാണവാചക വിശേഷണം എന്ന് പറയുന്നത്. 2 ലിറ്റർ ദൂത്ത്, 2 ലിറ്റർ പാല്. എണ്ണിയെടുക്കാൻ പറ്റില്ല, അതൊരു അളവാണ്. 3 കിലോ ആലു, 3 കിലോ ഉരുളക്കിഴങ്ങ്, അങ്ങനെയുള്ള ഒരു അളവ്, അതിനെയാണ് പരിമാണവാചക വിശേഷണം എന്ന് പറയുന്നത്. അടുത്തത് സാർവനാമിക വിശേഷണം എന്ന് പറഞ്ഞാൽ വിശേഷണ പദം സാർവനാമികായിരിക്കും, സർവനാമമായിരിക്കാം. ഉസ് സ്റ്റൂൾ पर बैठिए, आप उस स्टूल पर बैठिए, ആ സ്റ്റൂളിൽ ഇരിക്കുക താങ്കൾ. ഉസ് എന്ന് പറയുന്നത് ഒരു സർവനാമമാണ്, അതുകൊണ്ടാണ് ആ വിശേഷണവുമാണ്, അതുകൊണ്ട് അതിനെ സാർവനാമിക വിശേഷണം എന്ന് പറയാം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ക്രിയയാണ്. क्रिया किसे कहते हैं? जो शब्द किसी कार्य के करने अथवा होने का बोध कराते हैं वे क्रिया कहते हैं. ഏതെങ്കിലും ഒരു വാക്കിൽ നിന്ന് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. ക്രിയ 2 തരത്തിലുണ്ട്. ക്രിയ कितने प्रकार के होते हैं? 2 प्रकार के होते हैं, सकर्मक क्रिया और अकर्मक क्रिया. कर्म होने वाले क्रिया को सकर्मक क्रिया कहते हैं. खाना एक सकर्म क्रिया है, उसे कर्म होता है. खाना ഒരു സകർമ്മ ക്രിയയാണ്, അതിന് കർമ്മമുണ്ട്. ഇനി അകർമ്മ ക്രിയ, കർമ്മ നഹി ഹോനെ വാലെ ക്രിയക്കു അകർമ്മ ക്രിയ कहते हैं. അതിന് കർമ്മം ഉണ്ടായിരിക്കില്ല. ഉദാഹരണത്തിന് ഹസ്തി ഹേ, ചിരിക്കുന്നു എന്ന് പറയുന്നത്, ദൗഡ്താ ഹേ എന്ന് പറയുന്നത്, ഇതിനൊന്നും കർമ്മമില്ല, അതുകൊണ്ട് അതിനെയാണ് അകർമ്മക ക്രിയായം എന്ന് പറയുന്നത്. മുഴുവൻ ഗ്രാമറും കൂടി ഒറ്റ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേട്ടിരിക്കാനും പഠിക്കാനും എല്ലാവർക്കും ബോറടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ഇത്രയും ഗ്രാമർ ഉൾപ്പെടുത്താം.
ബാക്കിയുള്ള ഗ്രാമർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ. നന്ദി, നമസ്കാരം.